ഹായ്, നമുക്കിന്ന് എളുപ്പത്തിലൊരു ചെറുപയർ കറി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 250 ഗ്രാം ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു സവാള മുഴുവനായിട്ടുള്ളത് അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കറിവേപ്പില. ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഇതിനെ നേക്കി ഒഴിച്ചിട്ടുണ്ട്. ഒരു വിസിൽ മാത്രം അടിച്ചെടുത്താൽ മതിയാവും. ഇതിലേക്കായിട്ട് 4 ടേബിൾ സ്പൂൺ മാഗിയുടെ കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് വെള്ളം ചേർത്ത് കലക്കി റെഡിയാക്കി എടുക്കാം. തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ടുണ്ട്. ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുപയറിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ഓഫാക്കി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ചെറുപയർ കറി റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയുള്ള കറിയാണ്. അപ്പം, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി, പുട്ട് എല്ലാത്തിൻ്റെയും കൂടെ നല്ല കറിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.